ധർമ്മസ്ഥലയിലെ അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച കേസ് രേഖകൾ നശിപ്പിച്ചതായി വിവരാവകാശ രേഖ. 2000 മുതൽ 2015 വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. കാലഹരണപ്പെട്ട കേസിന്റെ രേഖകൾ നശിപ്പിക്കാമെന്നാണ് പോലീസിന്റെ വാദം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, അടിമുടി ദുരൂഹതയുള്ള മരണങ്ങൾ, അതിലിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി നശിപ്പിച്ചിരിക്കുന്നു. 2000 മുതൽ 2015 വരെയുള്ള രേഖകൾ എന്ന് പറയുമ്പോൾ അത്ര വലിയ കാലപ്പഴക്കമുള്ള രേഖകളൊന്നുമല്ല. പക്ഷേ അത് നശിപ്പിക്കാമെന്ന പോലീസിന്റെ വാദം ആകെ ദുരൂഹതകൾ കൂടി നിറയുകയാണ്. ജിൽസി, ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുന്ന ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കുഴിയെടുത്തുള്ള പരിശോധന തുടരുകയാണ്. ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് റവന്യൂ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അത് വീണ്ടും തുടരുന്നുണ്ട്. അടയാളപ്പെടുത്തിയ 13 ഇടങ്ങളിലെ 3 സ്പോട്ടുകൾ കൂടിയാണ് ഇനി കുഴിച്ച് പരിശോധിക്കാനുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വിവരാവകാശ രേഖ കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇവിടുത്തെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന കേസ് റെക്കോർഡുകൾ, കേസ് ഫയലുകൾ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരാവകാശ രേഖ ഇപ്പോൾ വരുന്നത്. അതായത് 2000 മുതൽ 2015 വരെ ഇവിടെ ഉണ്ടായ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകളാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്ന വിവരാവകാശ രേഖ പോലീസിൽ നിന്ന് ലഭിക്കുന്നു. 2023 നവംബർ മാസം 23-നാണ് ഈ രേഖകൾ നശിപ്പിച്ചത്. ഇത് നശിപ്പിച്ചതിന് പോലീസ് കാരണമായി പറയുന്നത് ഈ കാലഹരണപ്പെട്ടുള്ള കേസുകളുടെ രേഖകൾ നശിപ്പിക്കാമെന്ന് നിയമമുണ്ട്. അതനുസരിച്ചാണ് ഇത്തരത്തിൽ ഇത്രയും വർഷം, 25 വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളാണ്. അതുകൊണ്ട് ആ രേഖകളൊക്കെ നശിപ്പിച്ച് കളയുന്നത് എന്ന വിശദീകരണമാണ് നൽകുന്നത്. എന്തായാലും 15 വർഷക്കാലത്തെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റുവട്ടത്ത് നടന്ന അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പോലീസ് നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് സൗജന്യ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ ജയന്ത് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള അട്ടിമറി ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നാണ് അവരുടെ ഒരു വെളിപ്പെടുത്തൽ. എന്തായാലും വലിയ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഈ വെളിപ്പെടുത്തൽ ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പോലുമാണ് കേസുമായി ബന്ധപ്പെട്ട മുൻ രേഖകളൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് നശിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള പോലീസ് വാദം കൂടി പുറത്തുവരുന്നത്. സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്.